السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تجعلوا دعاء الرسول كدعاء بعضكم بعضا ولا تجهروا له بالقول كجهر بعضكم بعضا. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് കോയ ജമലി തങ്ങളവകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളായ ഉമർ ഫൈളി മുക്കം, എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ പോഷക സംഘടനകളൊക്കെ നേതാക്കന്മാരാവുന്ന TBC തങ്ങൾ, മുബശ്ശിർ തങ്ങൾ, പാലേരി തങ്ങൾ, സൈനുൽ ആബിദീൻ തങ്ങൾ, അബ്ദുൽ തങ്ങൾ അടക്കമുള്ള മറ്റ് സാദാത്യങ്ങൾ, വേദിയിൽ ഉപേക്ഷായ പണ്ഡിതന്മാർ, മറ്റ് ഉമറാവ്, ഈ സദസ്സിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള മോമിനിയങ്ങൾ, ബഹുമാനമുള്ളവരെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ അത് ഇന്ന് ആഗതമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ തുടക്കം തന്നെ റബീഉൽ അവ്വലിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ചെയ്തു തന്ന ഒരു അനുഗ്രഹം കൂടിയാണ്. ഇന്ന് മാസം കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് നാളെയാണ് 30 കഴിഞ്ഞ് കൂടിയിട്ട് റബീഉൽ അവ്വൽ ഉറപ്പിക്കുന്നതൊക്കെ. എന്നാൽ റബീഉൽ അവ്വലിലായിക്കൊണ്ട് ഈ പരിപാടി ഇന്ന് നമുക്ക് നടത്താൻ സാധിക്കില്ല. അപ്പം അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ആ ജന്മദിനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ വലിയ ചർച്ചകളാണ്. പല കാലഘട്ടത്തിലും അതിൻ്റെ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒന്ന്. മറ്റൊന്ന്, ജന്മദിനത്തിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ആ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം എന്ന് കൽപ്പിച്ചതിൻ്റെ ആ പൊരുൾ മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. ദിവസങ്ങൾ നമുക്കറിയാം, എല്ലാ ദിവസങ്ങളും ഒരേപോലെയല്ല. ഇപ്പോൾ യൗമുൽ ജുമുഅ അതൊരു പ്രത്യേകമായ ദിവസമാണ്. ഈ ദിവസത്തിന് എനിക്ക് പ്രത്യേകത ഉണ്ടാവാനുള്ള കാരണം എന്താ? മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിലൊക്കെ കാണാം, ഖുലിഖ ആദം, ഈ ദിവസത്തിലാണ് ആദം നബിനെ സൃഷ്ടിക്കപ്പെട്ടതെന്ന്. ആ ദിവസത്തിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഈ ദിവസത്തിലാണ്. ആ ദിവസത്തിൽ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തു നിന്ന് ഇവിടെ ഈ മനുഷ്യ പരമ്പരയുടെ ഉൽപാദനത്തിന് വേണ്ടിയും ആ മനുഷ്യർ അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യാനൊക്കെ വേണ്ടിക്കൊണ്ട് അള്ളാഹു സുൽഖത്ത് നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറപ്പെടുവിക്കപ്പെട്ടത് ഈ ദിവസത്തിലാണ്. അപ്പോൾ ആ ദിവസത്തിനൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആദം നബിനെ അന്ന് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പിന്നെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. മറ്റൊന്ന്, ഈ മനുഷ്യ ഉൽപാദനത്തിന് വേണ്ടിയും അവരെ ഇബാദത്തുകളെ കൊണ്ട് ആ മനുഷ്യന്മാർ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനൊക്കെ വേണ്ടി അതിന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു കൊണ്ടുവന്നു, സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു.
അതും ഈ ദിവസത്തിലാണ്. അപ്പോൾ കണ്ടോ, ആദനബിനെ സൃഷ്ടിക്കപ്പെട്ടത്, സുഖത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്, സുഖത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് മോശമായ സംഗതിയല്ല, ഈ പ്രത്യേക ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് ആ വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസത്തിനെ പറ്റി അതിനെ ബഹുമാനിച്ചുകൊണ്ട്, അതിനെ ആദരിച്ചുകൊണ്ട് അതിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസ് എന്ന്. അപ്പോൾ സൂര്യ ഉദിച്ച ദിവസത്തിൽ നിന്ന് ഏറ്റവും ഖൈറായ ദിവസം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടുള്ളത്. അപ്പോൾ എന്നതുപോലെ ആദനബിനെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് വെള്ളിയാഴ്ചക്ക് പ്രാധാന്യമുള്ളത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, വ്യാഴാഴ്ചൻ്റെ പുണ്യമൊക്കെ ഞങ്ങൾക്കറിയാം, ഈ തിങ്കളാഴ്ചക്ക് എന്താ പുണ്യമുള്ളത്? തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിച്ചല്ലോ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ദാക യൗമുൻ ഉലിതു ഫീഹി, അന്നാണ് എൻ്റെ ജന്മദിനം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അന്നായതുകൊണ്ട് ആ തിങ്കളാഴ്ചക്ക് ഒരു പുണ്യമുണ്ട്. ആ തിങ്കളാഴ്ചയെ പിന്നെ നോമ്പ് പറ്റൂടെ എന്ന് ചോദിക്കും. അപ്പോൾ നോമ്പ് പറ്റൂടെ എന്ന് ചോദിച്ചാൽ നോമ്പ് നോൽക്കാം. നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ ദിവസത്തിന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളത്. പുണ്യമായ ഏത് ദിവസങ്ങളെയും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. പിന്നെ ആ ഇബാദത്തിൽ മൗലിദ് പെടുകയോ ഇല്ല എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതൊരു ദിവസമാണെങ്കിലും ഒരു ദിവസത്തിനക്ക് പുണ്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത് ആ ദിവസത്തിന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നത് പോലെ തിങ്കളാഴ്ച ദിവസവും എല്ലാ തിങ്കളാഴ്ച ദിവസത്തിനും മടങ്ങി വരുന്ന ഓരോ തിങ്കളാഴ്ചക്കും ആ പുണ്യമുണ്ട്. നബിനെ പ്രസവിക്കപ്പെട്ട ആ ദിവസം ഏതൊരു തിങ്കളാഴ്ചയാണോ ആ ദിവസത്തിൻ്റെ പുണ്യമല്ല പറയണത്, അത് അന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ നബിനെ അതുപോലുള്ളൊരു തിങ്കളാഴ്ചയാണ് പ്രസവിക്കപ്പെട്ടു എന്നുള്ള നിലക്ക് ഇവിടെ മടങ്ങി വരുന്ന ഓരോ തിങ്കളാഴ്ചക്കും ഒരു പുണ്യമുണ്ട്. അപ്പോൾ ആ ഓരോ തിങ്കളാഴ്ചയും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അതാണ് നോമ്പ് നോൽക്കുന്നത്. എന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ ഭക്ഷണം അത് റബീഉൽ അവ്വൽ 12-നാണെന്നുള്ള പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും, അപ്പോൾ റബീഉൽ അവ്വൽ 12-നാണെന്ന് വെക്കുമ്പോൾ വർഷത്തിൽ ഇവിടെ മടങ്ങി വരുന്ന ഓരോ റബീഉൽ അവ്വൽ 12-നും നബിനെ പ്രസവിക്കപ്പെട്ട ദിവസം ആയതുകൊണ്ടിട്ട് ആ പ്രസവിക്കപ്പെട്ട ദിവസം എന്നുള്ളത് ഒരു ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ പ്രസവിക്കപ്പെട്ട ദിവസം പോലുള്ളൊരു 12 മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ആ ഓരോ 12-നും ഒരു പുണ്യമുണ്ട്. അപ്പോൾ ആ 12 ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അത് നോമ്പ് വിൽക്കുന്നവർക്ക് നോമ്പ് വിൽക്കാം, അതല്ല ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകൾക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ മദ്ഹുആവുന്ന മൗലിദ് ഉണ്ടല്ലോ, ആ മൗലിദ് പാടുന്ന ആളുകൾക്ക് മൗലിദ് പാടാം, അത് പാടുക പറയുകയൊക്കെ ചെയ്യാം. മൗലിദ് എന്നുള്ളത് ഒരു പ്രത്യേകമായ ഒരു ദിക്റാണത്. ഇവിടെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ പേരുകളൊക്കെ ദിക്റുകളാണ്. അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടതായ ചരിത്രങ്ങൾ പറയൽ ദിക്റാണ്. അമ്പിയാക്കന്മാരുടെ മദ്ഹുകൾ പറയൽ അത് ദിക്റാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒരവസരത്തിൽ മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ട് പാടിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ വിളിച്ചു പറഞ്ഞു, യാ ഹസ്സാൻ ഉഹുജുൽ മുശ്രിക്കീൻ, അല്ലെങ്കിൽ യാ ഹസ്സാൻ ഹാജിൽ മുശ്രിക്കീൻ. ഹസ്സാനെ, മുശ്രിക്കീങ്ങളെ എന്നെ ആക്ഷേപിച്ച് പാട്ടുപാടിയത് നിനക്കറിയാലോ, അതിന് മറുപടിയായും കൊണ്ട് നീ പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ശേഷം റസൂലുള്ള ഒരു വാക്കുകൂടി പറഞ്ഞു, ഓ ജിബ്രീലു മഅക്, ഹസ്സാനെ ജിബ്രീലു നിൻ്റെ കൂടെ ഉണ്ടാവും. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ഹസ്സാനെ, നീ എന്നെ ആക്ഷേപിച്ചവർക്ക് മറുപടി പറയുന്ന നിൻ്റെ ആ ഗാനം അവർക്ക് മറുപടിയാവുമ്പോൾ എൻ്റെ മദ്ഹുകൾ അതിൽ ഉൾക്കൊള്ളും. എൻ്റെ മദ്ഹുകൾ ഉൾക്കൊള്ളുന്ന പാട്ടായത് കൊണ്ടിട്ട് നിൻ്റെ കൂടെ ആ പാട്ട് പാടാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവുന്ന. അല്ലാതെ നമുക്കറിയില്ല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പാട്ട് പാടുന്ന ആളല്ല. മലായിക്കത്ത് ഇവിടെ പാട്ട് പാടി അടക്കല അവരെ പണി. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മലക്കാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവർ മലായിക്കത്തിൻ്റെ സ്വഭാവം എന്താ? ലാ യഅ്സുനല്ലാഹ മാ അമറഹുന്ന. ആ നിലക്കുള്ളൊരു പ്രകൃതാണ് മലായിക്കത്തിൻ്റെ സ്വഭാവം. അള്ളാഹു എനിക്ക് ഒരു നിലക്കും ഏതെങ്കിലും നിലക്കുള്ളതായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഒരു വിപരീതം പ്രവർത്തിക്കാതെ നിൽക്കുന്നവരാണ് മലായിക്കത്ത്.
അവർ സർവ്വസമയത്തും അവർ ദാക്കിരീങ്ങളാണ്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക എന്നൊക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ മലായിക്കത്തെ അള്ളാഹുവിനോട് പറഞ്ഞല്ലോ, പഠിച്ചവനെ തഖ്ദീസ് ചെയ്യാനും തഹ്മീദ് ചെയ്യാനും തസ്ബീഹ് ചെയ്യാനും ഒക്കെ ഞങ്ങൾ വേണ്ടല്ലോ, പിന്നെ എന്തിനൊരു വിഭാഗത്തിന് സൃഷ്ടിക്കണമെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങളെ തസ്ബീഹ് തഹ്മീദ് ഒന്നും പോരാ. കാരണം എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രകൃതി തസ്ബീഹ് തഹ്മീദ് തഹ്ലീലിനൊക്കെ പറ്റണം. അത് മാത്രമേ നിങ്ങളെ പ്രകൃതി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് ഇവിടെ വേറെ ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതായ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ തഹ്മീദ് തഖ്ദീസ് തഹ്ലീൽ പോലത്തെ സംഗതികൾ മാത്രമല്ല, അവർക്ക് വേറൊരു വശങ്ങളുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലക്കുള്ളതായ ചില വൃത്തികേടുകളുണ്ടാവും. അപ്പോൾ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞെന്ന് കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുക. അതാണ് ഏറ്റവും വലിയതായ സംഭവം. അപ്പോൾ അന്നിൽക്ക് പ്രവർത്തിക്കുന്നതായ ഒരു വിഭാഗത്തിനെ അവിടെ സൃഷ്ടിച്ചുകൊണ്ട് മലക്കുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദമിനെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, നഹ്നു നുസബ്ബിഹു വനുഖദ്ദിസു ലക, ഞങ്ങൾ തസ്ബീഹും തഹ്മീദും തഖ്ദീസൊക്കെ ഞങ്ങൾ ചെയ്യുന്ന. അപ്പം മലക്കുകൾക്ക് ആ തഖ്ദീസ് തഹ്മീദ് തഹ്ലീൽ പോലത്തെ സംഗതികളല്ലാത്ത മറ്റൊന്നുമില്ല. അവർക്ക് അള്ളാഹുവിനിക്ക് ഒരു നിലക്കുള്ളതായ വിപരീതം പ്രവർത്തിക്കാൻ അവർക്ക് സാധ്യമല്ല. മലക്കുകൾക്ക് ആ നിലക്കുള്ളതായ ഒരു പ്രകൃതമാണ് മലക്കുകളുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു റസൂല് പറഞ്ഞത് എന്താ? ഓ ജിബ്രീലു മഅക ഹസ്സാൻ, നിൻ്റെ കൂടെ ജിബ്രീൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഹസ്സാനെ നീ പാടുന്ന ഈ പാട്ട് ഒരു സാധാരണ പാട്ടല്ല, ഇതൊരു പ്രധാനപ്പെട്ട ദിക്റാണ്. കാരണം എൻ്റെ മദ്ഹാണത്. അതുകൊണ്ട് ആ മദ്ഹ് നിൻ്റെ കൂടെ പാടിപ്പറയാൻ ജിബ്രീൽ ഉണ്ടാവുന്ന. അപ്പോൾ നമ്മൾ റബീഉൽ അവ്വലിൽ ചെല്ലുന്ന ഈ മൗലിദുകളും റബീഉ അല്ലാത്ത ചെല്ലുന്ന മൗലിദുകളും ഏത് മൗലിദുകളാണെങ്കിലും ആ മൗലിദുകളൊക്കെ അത് ദിക്റുകൾ തന്നെയാണ്. സർവ്വ അമ്പിയാക്കന്മാരെ മൗലിദുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് ബന്ധപ്പെട്ട മൗലിദുകളാണെങ്കിലും സാലിഹീങ്ങളാവുന്ന മനുഷ്യന്മാർ അവരോട് ബന്ധപ്പെട്ട മൗലിദുകളാണെങ്കിലും അതൊക്കെ ദിക്റുകളാണ്. അപ്പോൾ ഈ ദിവസത്തിലെ ദിക്റുകളെ കൊണ്ടും മറ്റുള്ളതായ സൽക്കർമ്മങ്ങളെ കൊണ്ടും ഈ ദിവസത്തിനെന്താക്കുക, അതിനെ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക എന്നതാണ് ഈ റബീഉൽ അവ്വൽ 12 കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നബിൻ്റെ ജന്മദിനം അന്നായത് കൊണ്ടിട്ട് ആ ജന്മദിനത്തിനെ ദാക യൗമുൻ ഉലിതു ഫീഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ, ആ ഈമാനെ അത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ റസൂൽ പറഞ്ഞല്ലോ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി എന്ന. സർവസ്വത്തിനേക്കാളും അല്ലാഹു റസൂൽ അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവണം, എന്നാലേ അവൻ്റെ ഈമാൻ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ പൂർണ്ണമായി കഴിഞ്ഞാൽ ആ ഈമാനിൽ നിന്ന് ഉണ്ടായി തീരേണ്ടതായ സംഗതികളാണ് ഇതൊക്കെ. റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ദിവസങ്ങൾ ആദരിക്കുക, റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ടതായ സംഗതികൾ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട ദിവസം എന്ന് പറയുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനിവിടെ ആരും പറഞ്ഞു റസൂലുള്ളാഹിൻ്റെ ആരാണ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ള അമ്പിയാക്കന്മാരെ പോലെയല്ല. മറ്റുള്ള അമ്പിയാക്കന്മാർക്ക് ഇല്ലാത്ത ചില പ്രത്യേക ഖുസൂസിയാത്തുകൾ, ചില പ്രത്യേകതകൾ അള്ളാഹു റസൂലിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. മറ്റുള്ള അമ്പിയാക്കന്മാർക്കൊക്കെ ഉള്ളത് തന്നെയാണ് ഇസ്മത്ത് എന്നുള്ളത്. അതായത് പാപ സുരക്ഷിതരാണ് എല്ലാ അമ്പിയാക്കന്മാരും. അവർ നുബുവത്തിന് മുമ്പോ നുബുവത്തിൻ്റെ ശേഷം മരണം വരെയുള്ള കാലഘട്ടത്തിലും അവർ പ്രസവിക്കപ്പെട്ടോളം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ അവരിൽ നിന്ന് ഒരു വൃത്തികേടുകൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. വൻദോഷം ഉണ്ടാവില്ല, ചെറുദോഷം ഉണ്ടാവില്ല, മറന്നും കൊണ്ടുണ്ടാവില്ല, അത് പിന്നെ നുബുവത്തിന് മുമ്പും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് മഹാന്മാരാവുന്നതായ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. ആ നിലക്കുള്ള ഒരു തബിയത്ത്, ഒരു ഫിത്രത്താണ് അള്ളാഹു അമ്പിയാക്കന്മാർ നൽകിയിട്ടുള്ളത്. ഓ സിൻഫുൽ മഫ്തൂറുൻ അൽ ഇൻസിലാഖിനിൽ ഖാദുറാത്തിൽ ബശരിയ എന്ന. മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാവുന്ന എല്ലാ വൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായും സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ട ഒരു ഫിത്രത്ത്, ഒരു തബിയത്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുള്ളത്. അതാണല്ലോ റസൂൽ മാന ഇല്ലാ ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ കാണുന്നത് പോലെ സാധാരണ ഒരു മനുഷ്യനുക്കുള്ള രൂപം തന്നെയാണ് എനിക്കുള്ളത്, അതിന് വ്യത്യാസമില്ല. മനുഷ്യൻ്റെ രൂപത്തിൽ നിങ്ങളെ ഒരു രൂപം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? യൂഹാ ഇലയ്യ, വഹി നൽകപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണ മനുഷ്യന്മാർക്ക് അള്ളാഹു വഹി നൽകൂല. ആ മനുഷ്യന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്നതായ ഒരു ഫിത്രത്ത്, ഒരു തബിയത്ത്, ഒരു പ്രകൃതിയുടെ ഉടമയാക്കി തീർക്കും. അതിന് അള്ളാഹു ചില പ്രത്യേക മാനദണ്ഡങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്.
അവർ വരുന്നതായ അവരുടെ ആ കുടുംബ പാരമ്പര്യം, അവരുടെ പിതാക്കന്മാർ, അവർ വിശുദ്ധന്മാരാവണം. തവക്കൽ അസീസ് റഹീം അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീന, സുജൂദ് ചെയ്യുന്നതായ പിതാക്കന്മാർ. ആ അയക്കണേ വേണ്ടി കൊടുക്കാൻ പറയും. ഇവിടെ കൊടുക്കണ്ടോ? അപ്പോൾ സർവ്വ അമ്പിയാക്കന്മാർക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അവർ മരണം വരെയുള്ള അവരെ ജീവിത കാലഘട്ടത്തിൽ അവരിൽ നിന്ന് ഒരു ദോഷവും ഉണ്ടാവില്ല, വൻദോഷവും ഉണ്ടാവില്ല, ചെറുദോഷവും ഉണ്ടാവില്ല. വലിയ സഹീറത്തെന്നാണ് മഹാന്മാരാവുന്ന മഹത്വക്യങ്ങളാവുന്ന അയിമത്തിൻ്റെ പക്ഷം. അത് ചെറുദോഷവും ഉണ്ടാവില്ല. വലിയ സഹുവൻ മറന്നുകൊണ്ടുണ്ടാവില്ല. ഖബുല നുബുവത്തി വല ബഅദഹ, നുബുവത്തിന് മുമ്പ് ഉണ്ടാവാൻ പാടില്ല, നുബുവത്തിൻ്റെ ശേഷം ഉണ്ടാവും. കാരണം അവർ ജനങ്ങൾക്ക് മാതൃകാ പുരുഷന്മാരായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു വരാം. അവർ രൂപത്തിൽ നമ്മളെ മാതിരിയുള്ള മനുഷ്യന്മാരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകമായി കൊണ്ടിട്ട് അല്ലാഹു പ്രത്യേക ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നബിമാർ വരുള്ളൂ.
അതൊരാൾക്ക് അധ്വാനിച്ചുകൊണ്ട് നബിയാകാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ പ്രത്യേകമായി കൊണ്ട് അള്ളാഹു അവർ ഇസ്തിഫാഹ് ചെയ്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അമ്പിയാക്കന്മാർ. അപ്പോൾ സർവ്വ അമ്പിയാക്കന്മാരും ഈ വിഷയത്തിൽ സമന്മാരാണ്. ഏത് വിഷയത്തിൽ? അവർ അള്ളാഹുവിനിക്ക് ഒരു നിലക്കുള്ളതായ ദോഷവും അവർ ചെയ്യൂല. പൊതുജനങ്ങൾ മൊത്തത്തിൽ മോശമായി ഗണിക്കപ്പെടുന്ന സംഗതികളും അവരിൽ നിന്നുണ്ടാവില്ല അമ്പിയാക്കന്മാരിൽ നിന്ന്. അതും അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചെറുപ്രായത്തിൽ തന്നെ നബിയുടെ ഔറത്ത് ഒരു വെളിവാക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അന്ന് ഔറത്ത് വെളിവാക്കപ്പെടുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ വലിയൊരു വിഷയമൊന്നുമല്ല. കാരണം കഅബ തവാഫ് ചെയ്യുമ്പോൾ തന്നെ അവർ വിവസ്ത്രരായിട്ട് നിന്ന് തവാഫ് ചെയ്തു ആ കാലഘട്ടത്തിൽ. അങ്ങനെ അതിനെപ്പറ്റി അവർ പറയുകയും ചെയ്തു, അൽയൗമ യബ്ദു കുല്ലുഹു ഔബഅ. അപ്പോൾ ആ നിലക്ക് ഔറത്ത് മുഴുവനോ അല്ലെങ്കിൽ ഔറത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തിൽ കഅബ തവാഫ് ചെയ്യുക എന്നുള്ളത് അത് മോശമാണെന്ന് മനസ്സിലാക്കി വസ്ത്രം ഉരിഞ്ഞും കൊണ്ട് നിന്നാണ് കഅബ തവാഫ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മഹാനാവുന്ന അബ്ദുൽ മുത്തലിബ് എന്നവരും അബ്ദുൽ ത്വാലിബ് എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്തൊരു ചെറിയ കളിയൊന്നും റസൂലുള്ളാഹിയിൽ നിന്ന് ആ കുട്ടി പ്രായത്തിലുണ്ടായിട്ടില്ല. കുട്ടികളെ കൂടെ എന്തെങ്കിലും നിലക്കുള്ള കളികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി വിവസ്ത്രനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല ഏതെങ്കിലും നിലക്കുള്ള ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങൾക്ക് വേണ്ടി നബിയെ ക്ഷണിക്കപ്പെട്ടാലും പല റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അതിൽ പങ്കെടുക്കാറില്ല കുട്ടിപ്രായത്തിൽ. അന്ന് പല വിഗ്രഹങ്ങളോട് ബന്ധപ്പെട്ട ഉത്സവങ്ങളൊക്കെ അവിടെ നടക്കും, അതല്ലാത്ത ഉത്സവങ്ങളും നടക്കും. ഏതോ ഒരു അവസരത്തിൽ നബിയെ നിർബന്ധിച്ചുകൊണ്ടൊരു ഉത്സവത്തിന് ഇതുപോലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ എത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണ് അത് ഉറങ്ങിപ്പോയി. നേരം വെളുക്കുന്നത് വരെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും റസൂലുള്ള കണ്ടില്ല. കാരണം അത്രമാത്രം വിശുദ്ധമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണിനല്ല ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും ആ നിലക്ക് അള്ളാഹു വിശുദ്ധമാക്കുകയാണ്. ആ നിലക്ക് വിശുദ്ധമാക്കി കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കണ്ണ് നമ്മളെ കണ്ണ് പോലുള്ളൊരു കണ്ണല്ല മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്കുള്ള കണ്ണ്. ഞങ്ങൾ മാശുള്ള അമ്പിയാ, ഞങ്ങളെ കണ്ണുകൾ, ഞങ്ങളെ കൽബ് ഉറങ്ങില്ല എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ. കാരണം കൽബ് എപ്പോഴും അവരെ കൽബ് ഹദറത്തുൽ ഖുദ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഒഹും മുലാസിമൂന ഹദറത്തുൽ ഖുദ്സ് എന്ന ഹദറത്തുൽ ഖുദ്സിനെ നിർബന്ധമാക്കിയവരാണ് അവർ. ഹദറത്തുൽ ഖുദ്സുമായി കൊണ്ട് എപ്പോഴും അവരെ കൽബിരിക്കൊരു ബന്ധമുണ്ടാവും. അവരിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഉയർന്നതായ സ്ഥാനം മഖാമുഹുമുൽ അഅല അതിനിക്ക് വിപരീതമാവുന്നതായ എല്ലാവിധ മഅസൂബൂന അൻ കുല്ലി ഖൗലിൻ വ ഫിഇലിൻ ഔ ഹർക്കത്തിൻ അല്ലതി തുഖാരിഫു മഖാമുഹുമുൽ അഅല അവരുടെ ആ ഉന്നതമാവുന്ന പദവിനോട് യോജിക്കാത്ത ഒരു സംഭവങ്ങളും അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. കാരണം സർവ്വസമയത്തും അവരുടെ ഹൃദയം അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ അവരുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി വിശുദ്ധമാക്കിയിരിക്കുകയാണ്. ആ അവയവങ്ങളിൽ നിന്നിട്ട് നിരോധിക്കപ്പെട്ട ഒരു സംഗതിയും ആ അവയവങ്ങളെ കൊണ്ടുണ്ടാകും. കാണുന്നത് നിരോധിക്കപ്പെട്ടതിനെ കാണാൻ പാടുള്ളതല്ല, നിരോധിക്കപ്പെട്ടതിന് അവരെ കൈകൊണ്ട് അവർ ചെയ്യൂല, നിരോധിക്കപ്പെട്ടതിന് അവരെ കാതുകൊണ്ട് അവർ കേൾക്കൂല. ആ നിലക്ക് അതാണ് യൂഹായിലയ്യ. നോട്ടത്തിൽ സാധാരണ ഞങ്ങളെപ്പോലുള്ള മനുഷ്യൻ തന്നെ ആയിരിക്കും ഞാൻ. പക്ഷേ ഞങ്ങൾ അമ്പിയാക്കന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ ആ പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് പറയാൻ പറഞ്ഞത് ഇന്നമാന മശ്റൂബിത്തുൽ ഖുദ്. കാരണം ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവുന്ന സ്വഭാവങ്ങളല്ല കാണപ്പെടുന്നത് അമ്പിയാക്കന്മാരിൽ നിന്ന്, റസൂലുള്ളാഹിയിൽ നിന്നൊക്കെ. അപ്പം ഇതൊരു മലക്കിൻ്റെ അവസ്ഥയിലേക്ക് മാറിപ്പോയോ അങ്ങനെയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അത് വഹിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് വഖദിയക്കൂനു മലക്കൻ ബിൽ ഫീൽ എന്നല്ലേ ആ അവസരത്തിൽ ഒരു മലക്കിൻ്റെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ നിലക്കുള്ളൊരു അവസ്ഥയാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. ഇതിലെല്ലാ അമ്പിയാക്കന്മാരും സമാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അപ്പോൾ ഈ നിലക്കുള്ള ദോഷങ്ങൾ അമ്പിയാക്കന്മാരിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ വമാ തഅഖർ മരണശേഷം ചില എല്ലാ അമ്പിയാക്കന്മാരോടും ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വാക്കുകൾ പിടിച്ചുകൊണ്ട് ജനങ്ങൾ അവരെ പറ്റി പലതും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദോഷം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞില്ലേ ആദം നബി ദോഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല.
പക്ഷേ വയസ്സാദബൂന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തോ ദോഷം ചെയ്തു, അത് ദോഷമല്ല എന്തോ അതൊക്കെ അതിൻ്റെ പല തെവീലുകളൊക്കെ ചെയ്തുകൊണ്ട് പലരും പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് മഹ്ശറിൽ ആദനബിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആദനബി പറഞ്ഞിട്ട് ഇവിടെ വേണ്ട, നിങ്ങൾ പോയിക്കോളി കൊടുക്കുന്ന, നിങ്ങൾ എന്നെ പറ്റി ഞാൻ ദോഷം ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ പോയി കൊടുക്കുന്നു പറയും. ഇവർ മൂസ നബി നൂഹ് നബിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ നൂഹ് നബി സ്വീകരിക്കൂല, പോയി കൊടുത്തു, നിങ്ങൾ എന്നെ പറ്റി എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ എന്താ വാക്കുകൾ പിടിച്ചുകൊള്ളുകയെന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ ഇബ്രാഹിം നബി എന്തോ ചില പൊള്ളു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചാരമുണ്ട് ഇബ്രാഹിം നബിനെ പറ്റി. അപ്പോൾ ഇബ്രാഹിം പറയും ഇവിടുന്ന് പോയിക്കോളി, വേറെ മൂസൻ്റെ അടുത്ത് പോയിക്കോളി. മൂസ നബിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ മൂസ നബിനെ പറ്റി ചില മൂസ നബിൻ്റെ വാക്കുകൾ പിടിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണത്തിൻ്റെ ശേഷം മൂസ നബിൻ്റെ ആളുകളും അല്ലാത്തവരും പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈസ നബിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ ഈസ നബിനോട് മഹ്ശറിൽ ചോദിക്കോല ആന്ത ഉമ്മിയ ഇലാഹ, നിൻ്റെ ഉമ്മാനെയൊക്കെ ഇലാഹാക്കണമെന്ന് നീ പറഞ്ഞോന്ന് ചോദിക്കൂലേ? കാരണം അങ്ങനെ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു വാക്ക് മൂപ്പരിൽ നിന്ന് ഉണ്ടായിക്കണമെന്നുള്ളൊരു പ്രചരണം, ആ പ്രചരണം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയുണ്ട്. പക്ഷെ ഇന്നൽക്കുള്ളതായ എന്തെങ്കിലും നിൽക്കുള്ളൊരു പ്രചരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചില്ല. അതാണ് മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. മാ തഖദ്ദമ മിൻ ദംബിക എന്നുള്ളതിൽ എല്ലാ അമ്പിയാക്കന്മാരും സമ്മാനം, അവരിൽ നിന്നൊരു ദോഷം ഉണ്ടായിട്ടില്ല. അള്ളാഹു ആ ദോഷത്തിനെ മറച്ചു വെച്ചിട്ടുണ്ട്. നേരെ ദോഷത്തിന് മറച്ചു വെച്ചു, ദോഷം ഉണ്ടാവേണ്ടതായ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിൽക്കുള്ള ഒരു സ്വഭാവം, ആ ഒരു എന്തോ ഒരു ശക്തി അള്ളാഹു അവരിൽ നിന്ന് നീക്കി ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള അർത്ഥം. നേരെ മറിച്ചോ വഫാത്തിൻ്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നബി പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പിടിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്നതായ ഒരു അവസ്ഥ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നബിൻ്റെ ഉമ്മത്തുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞതുപോലെ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞതുപോലെ മറ്റുള്ള, അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരൊന്നും ശഫാഅത്തിൽ നിങ്ങളോട് പോയി എന്ന് പറയണം. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങളൊക്കെ എന്നെ പറ്റി എന്തേ പറഞ്ഞു നീന്തി, ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നിൻ്റെ ചില വാക്കുകൾ പിടിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ, എന്നാൽ ഇതുകൊണ്ട് വരണ്ട എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുതി ചെല്ലുമ്പോഴോ അതാണ് മാ തഖദ്ദമനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ തങ്ങളിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാക്കുന്നതിന് തൊട്ടും നബിയെ തങ്ങൾക്ക് അള്ളാഹു കാവലിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കിയ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിനോട് നമ്മൾ എങ്ങനെ പെരുമാറണം, ആ പെരുമാറിൻ്റെ രീതി അള്ളാഹു പഠിപ്പിച്ചു. കണ്ടോ, ലാ തഖൂലു റാഇന, റായിന എന്നുള്ള വാക്ക് കാരണം ദ്യാർത്ഥമുള്ള ഒരു വാക്കാണ്. അതിന് വേറൊരു അർത്ഥമുണ്ട്, നബിയെ തങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അർത്ഥമുണ്ട്, അതല്ലാത്തൊരു അർത്ഥമുണ്ടായി. അപ്പം അല്ലാത്തൊരു അർത്ഥം ഉണ്ടായതുകൊണ്ട് ആ അർത്ഥം കൂടി വരുന്നതുകൊണ്ട് ഈ വാക്ക് നബിയെ തങ്ങളോട് നിങ്ങൾ പറയരുത്. ഒക്കൂര് ഉന്തുർണ, ഇങ്ങോട്ട് നോക്കി നബിയെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നൊക്കെ ഉള്ളതിന് ഉന്തുർണ എന്നുള്ള വാക്ക് പറഞ്ഞാൽ മതി. നബിനോടുള്ള പ്രയോഗങ്ങൾ എങ്ങനെയാണ്? ലാത്തൊരു ഫഴു അസ്വാത്തക്കും പോക്കോ സൗത്തിൻ നബി, നബിൻ്റെ ശബ്ദത്തിൻ്റെ മേലെ ശബ്ദം ഉയർത്തി പോകാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഉയർത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ അന്തഹബത്താമാർക്കും അമലുകൾ പൊളിഞ്ഞു പോകുന്നു. നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ വിളിക്കരുത്. ഇപ്പം നമ്മൾ ഈ നബിയൊക്കെ ചെല്ലുമ്പോഴേ അസ്സലാമു, ചിലർക്കൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോടത്ത് അത് എന്താണ് അലൈക്കും എന്ന് പറയണ്ട, അലൈക്കാന്ന് പറഞ്ഞാൽ പോയ നമ്മുടെ കുട്ടികളൊക്കെ ചെല്ലുമ്പോൾ അലൈക്ക എന്ന് പറഞ്ഞു. അത് വേണ്ട, അതാരും അലൈക്കാന്ന് പറയാൻ പറ്റുമല്ലോ എന്നുള്ളതല്ല. അത് അതിലുള്ളത് എങ്ങനെയാണ്? യാ നബി സലാം അലൈക്കും എന്നാണ്, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം. ഇത് അവരിത് ഉണ്ടാക്കിയിരിക്കുമെന്ന് അറിയില്ല, അലൈക്കാന്ന് പറഞ്ഞാൽ മതി എന്നുള്ളത്. അസ്സലാമു അലൈക അയ്യോ നബിയു എന്ന് പറയും, അത് വാരിതായ ചില ദിക്റുകളാണ്. നേരെ മറിച്ച് നബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിനോട് നമ്മൾ പരസ്പരം പറഞ്ഞമായിരിക്കല്ലോ, ഉദാഹരണം പോലും പറയാൻ പാടില്ല. നമ്മൾ സംഗതി ഇങ്ങനെ പറഞ്ഞത് പോലെ നബിനോട് അത് പറഞ്ഞിരിക്കണം. നബിനോട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പല കൽപ്പനകൾ കൽപ്പിച്ചിട്ടുണ്ട്. ഈ കൽപ്പനകളൊക്കെ നമ്മൾ മക്കളോട് പറഞ്ഞമായിരിക്കണം, നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരുത്തരോട് പറഞ്ഞമായിരിക്കണം എന്നൊക്കെ അതുവരെ പറയാൻ പാടില്ല. അതാണ് നബിൻ്റെ ഇത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറേണ്ട രൂപങ്ങൾ വരെ. കാരണം സഹാബത്തിൽ നിന്നുള്ള ചിലർ പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹസ്ക്ക് വന്നപ്പോൾ ചിലർ നിൽക്കാൻ തുടങ്ങി. റസൂൽ എന്ത് പറഞ്ഞു? നിങ്ങൾ നിൽക്കേണ്ട അവിടെ ഇരിക്കുന്നു പറഞ്ഞു.
അപ്പോൾ സഹാബത്ത് അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖിയാമിലിൽ അസീസി അലയ്യ ഫർദുൻ തെർക്കുൽ ഫർദി മാഹുവ മുസ്തഖീമു. നബിയെ തങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് നമുക്ക് ഫർദാണ്. ഈ ഫർദിന് വയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അജിബത്തു ലിബൻ ലഹു അഖലു വ ഫഹ്മു, ബുദ്ധി വിവേകമുള്ള ആളുകളെ പറ്റിയാണ് നമുക്ക് ആശ്ചര്യം. തറാഹാദൽ ജമാല ഫലാ യഖൂബു, നബിയെ കണ്ടിട്ട് നിൽക്കണില്ലെങ്കിൽ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് ഒരു മുഅ്മിനിക്ക് അവൻ്റെ മനസ്സിലുണ്ടായി തീർന്നാൽ പിന്നെ നിൽക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോഴത്തേക്ക് നിന്നുപോകും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾക്കുള്ളതായ മഹബത്ത് ഉണ്ടെങ്കിൽ ആ മഹബത്തിൽ നിന്ന് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉത്ഭൂതാവും. കാരണം നബിനോടുള്ള പ്രയോഗങ്ങൾ, നബിനെ സംബന്ധിച്ചുള്ളതായ നബിനോടുള്ളതായ മറ്റുള്ള സംബോധനം, ഇതൊക്കെ വളരെ അതവ് മര്യാദയോടുകൂടി ആവണം നബിയോട് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിൽ വിദ്യാർത്ഥമുള്ളതായ വാക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ എന്താവാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ എന്നിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയാം, ഇതാ നബിയോട് അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ മക്കളോട് ഇന്നത് പറഞ്ഞമായിരിക്കും അല്ലെങ്കിൽ മറ്റവനോട് ഇങ്ങനെ പറഞ്ഞമായിരിക്കും ഒന്നും പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു വാക്കൊന്നും അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെ അള്ളാഹു വളരെ മാന്യമായ രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംബോധന ചെയ്തതൊക്കെ. എല്ലാ സംബോധനയും പരിശോധിച്ച് നോക്ക്, വളരെയധികം മാന്യമായ നിലക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ ആ മഹബത്തും നബിയോട് ബന്ധപ്പെട്ടതായ എല്ലാ വസ്തുക്കളെയും ആദരിക്കലും ബഹുമാനിക്കലൊക്കെ അതല്ലേ സഹാബത്ത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും അവർ ആദരിച്ചു, എല്ലാത്തിനെയും അവർ ബഹുമാനിച്ചു. കാരണം ആ നിലക്കുള്ളൊരു സന്ദേശമാണ് 23 വർഷ കാലഘട്ടത്തിനുള്ളിലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നൽകിയത്. എല്ലാവരോടും ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം എന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ തർജ്ജമ കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരോട് റഹ്മത്ത് വേണം. മനുഷ്യന്മാരോട് പറഞ്ഞാൽ ഭൂമിനികളോട് മാത്രമല്ല എല്ലാ ജാതി മനുഷ്യന്മാരോടും റഹ്മത്ത് ഉണ്ടാവണം എന്നാ. ഓൽ ബഹായിം, മൃഗങ്ങളോടും റഹ്മത്ത് വേണം. അതല്ലേ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നല്ലേ വിശുദ്ധ ഖുർആനിലെ പ്രഖ്യാപനം. എല്ലാവർക്കും റഹ്മത്തായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അയച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ജീവികളോടും എല്ലാ ജീവനില്ലാത്ത വസ്തുക്കളോടും എല്ലാത്തിനോടും നമുക്ക് ഒരു പ്രത്യേകമാവുന്ന കടമകളും കടപ്പാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിർവഹിക്കണം. അതാണ് യഥാർത്ഥ മുഅ്മിൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചര്യകൾ പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് കണ്ടില്ലേ, ഈ 23 വർഷ കാലഘട്ടത്തിലായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവൻ്റെ അവൻ്റെ നടത്തം എങ്ങനെ ആവണം, അവൻ്റെ ഇരുത്തം എങ്ങനെ ആവണം, അവൻ്റെ നോട്ടം, അവൻ്റെ മറ്റുള്ള കേൾവി, അവൻ കേൾക്കുന്നത് എന്താവണം, അവൻ നിന്നുണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ വ്യക്തമായ നിൽക്കല്ലേ ഈ കുറഞ്ഞ കാലം 23 വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചത്. അതിനെല്ലാം ആ പഠനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങളായിരുന്നു റസൂലുള്ളാഹിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയല്ലേ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിനെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? നബിൻ്റെ സ്വഭാവം എന്നുള്ളത് അത് ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ട സ്വഭാവങ്ങൾ, ആ സ്വഭാവ ഗുണങ്ങളൊക്കെ റസൂലുള്ളാഹിയിൽ ഉണ്ടായിരുന്നു. നബിൻ്റെ ചരിത്രം തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമല്ലേ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അപ്പോൾ ഒരു ഇലാഹിയായ ഗ്രന്ഥത്തിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട നബിൻ്റെ സർവ്വചരിത്രം, നബിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു നബിയിലുണ്ടായത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ നബിൻ്റെ ചരിത്രങ്ങളും നബിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലേ റസൂലുള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തിയത്. ഇതിലൊക്കെ ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അങ്ങനെ തുടങ്ങിക്കൊണ്ട് എത്ര ആയത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി. അപ്പോൾ ഇന്ന അർസൽനാക ഷാഹിദൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഷാഹിദൻ എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷിയായിട്ട് അയച്ചു. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ ആർക്ക് സാക്ഷിക്കുന്നത്? മഹ്ശറിൽ ലോകത്തുള്ളതായ സർവ്വ അമ്പിയാക്കന്മാരെയും കൊണ്ടുവരും, അവരെ ഉമ്മത്തിനെയും കൊണ്ടുവരും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അവരുടെ അമ്പിയാക്കന്മാരോട് ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല, ഉമ്മത്തിനോട് ചോദിച്ചു, ഈ നബി, നിങ്ങൾ ഈ നബിയിലേക്ക് ഞാൻ ഏൽപ്പിച്ചതായ ദൗത്യം അയാൾ എത്തിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉമ്മത്ത് മറുപടി പറയാതെ നിൽക്കും. അവരുടെ ഉമ്മത്തുകൾ അമ്പിയാക്കന്മാരോട് ചോദിക്കും. അമ്പിയാക്കന്മാർ പറയും ഞങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് പറയും. അപ്പോൾ ഉമ്മത്തും പറയും എത്തിച്ചു തന്നിട്ടുണ്ട്.
അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, ഇതിന് സാക്ഷി ഉണ്ടോ? നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓരോ അമ്പിയാക്കന്മാരും ആ അമ്പിയാക്കന്മാരുടെ ദഅവത്തിനെ അവർക്ക് ഏൽപ്പിക്കപ്പെട്ടതായ ഉത്തരവാദിത്തങ്ങളെ ഉമ്മത്തിന് എത്തിച്ചു കൊടുത്തിരുന്നതിന് സാക്ഷി ഉണ്ടോയെന്ന് ചോദിക്കും. സാക്ഷി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആരാണ് സാക്ഷിക്കാതെന്ന് ചോദിക്കുമ്പോൾ അമ്പിയാക്കന്മാർ അള്ളാഹുവിനോട് പറയണത് എന്താ? മുഹമ്മദുൻ വ ഉമ്മത്തുഹു, ഞങ്ങൾക്ക് സാക്ഷിക്കാം മുഹമ്മദ് നബിയും മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തുമാണ്. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ഒജിനാബിക്കാര ഔലായി ഷഹീദാന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഹിദാണ്. കാരണം ഉമ്മത്ത് ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും അവർ ദഅവത്ത് ചെയ്തിക്കണമെന്നുള്ള ഈ സാക്ഷിക്കണത് റസൂലുള്ളാഹിനെ സാക്ഷിക്കണമെങ്കിലോ ആ സംഭവത്തിലേക്ക് നമ്മൾ കാണണ്ടേ, ആ സംഭവം നമ്മൾ അറിയണ്ടേ, അല്ലാതെ സാക്ഷിക്കാൻ പറ്റുമോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വ അമ്പിയാക്കന്മാരുടെ ദഅവത്തിലേക്കും നബി ഷാഹിദായിരുന്നു. അത് ആലമുൽ അർവാഹിൽ അത് വലിയൊരു വിഷയമൊന്നുമല്ല. ഒരു ആത്മാക്കളുടെ ലോകത്ത് ഇപ്പം നമ്മൾ മരിച്ചു നോക്കുക, മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ലോകത്ത് ഒരു ദിവസം കൊണ്ടുപോയി എത്ര ആളെ ഒരേ നിമിഷത്തിൽ കൊണ്ടുപോയിട്ട് ഒരേ സമയത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം. ലോകത്തൊക്കെ 10,000-കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് മറവ് ചെയ്യണം. ആ മറവ് ചെയ്ത് കഴിഞ്ഞ് ആളുകൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഒരേ സമയത്ത് തന്നെ ചോദ്യം നടക്കുമല്ലോ. ആ ചോദ്യത്തിലൊരു പ്രത്യേക വാക്ക് കണ്ടില്ലേ? മാ ഇൽമുക ബിഹാദർ റജുൽ, ഈ മനുഷ്യനെ പറ്റി എന്താ അറിയാമെന്നാ ചോദിക്കണത്. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? റസൂലുള്ളാഹിനെ പറ്റിയാണ്. ഈ മനുഷ്യനെ പറ്റി എന്താ അറിയാമെന്ന് ചോദിച്ചാൽ ലോകത്തുള്ള എല്ലാ മഖ്ബൂലികളായ ആളുകളും റസൂലുള്ളാഹിനെ കാണുകയാണെന്നാണ്. എവിടുന്ന് കാണുന്നത്? അത് മരിച്ചുപോയ ആളുകൾ അർവാഹികളെ സംബന്ധിച്ചിടത്തോളം ശരീരവുമായുള്ള ബന്ധം വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ അത് വിശുദ്ധ ആത്മാവട്ടെ അല്ലാത്ത ആത്മാവട്ടെ ആ ആത്മാക്കൾക്ക് പ്രത്യേകമാവുന്ന ചില തസറുഫാത്തുകളുണ്ടാവും. സാധാരണ കാഴ്ച പോലെയല്ല പിന്നുണ്ടാവുന്ന കാഴ്ച, സാധാരണ കാണുന്ന പിന്നെ കേൾക്കുന്നത് പോലെയല്ല പിന്നുണ്ടാവുന്ന കേൾവി. കണ്ടില്ല അവിടെ മലക്ക് വന്ന് ചോദിക്കലെന്താ? അറബി ഭാഷയിലാണ് ചോദിക്കുന്നത്, വേറുള്ള ഭാഷയിലല്ല. ആരോടും ചോദിക്കണത് അങ്ങനെ. അവിടെ ഭാഷ പ്രശ്നമില്ല അർവാഹികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയുള്ളത്? ഇന്ന മക്കാൽ സിദ്ദീഖീൻ അവിടെ എവിടെയായാലും വേണ്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരൊക്കെ കാണുകയാണ്. മാ ഇൽമുക ബിഹാദർ റജുൽ എന്നാ ചോദിക്കണത്. ആ ആളെ പറ്റിയെന്നല്ല പറഞ്ഞത്, ഈ മനുഷ്യനെ പറ്റിയതാ. അപ്പോൾ എല്ലാ ഖബർ ചെയ്യപ്പെട്ട ആളുകളോടും ഒരേ നിമിഷത്തിൽ ചോദ്യം നടക്കുമ്പോൾ അവരുടെ സാന്നിധ്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തുള്ളത് എന്നതുപോലെ സർവ്വ അമ്പിയാക്കന്മാരുടെ ദഅവത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ദഅവത്തിൻ്റെ കാലത്ത് നബി ഇവിടെ ജനിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ദഅവത്തിലേക്ക് സാക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുഹമ്മദ് നബി ഇതിലേക്ക് സാക്ഷിയാവും. ഉമ്മത്തു നബിൻ്റെ നമ്മളും സാക്ഷികളാണെന്ന് പറഞ്ഞു. നമ്മളെങ്ങനെ സാക്ഷികളാണ്? നമ്മൾക്ക് അറിയാത് നമ്മളൊന്നും ഉണ്ടായിരുന്നു. നമ്മളത് സാക്ഷികളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞതായ സംഗതികൾ വന്ന് നബി നമ്മളോട് പറയണം. ആദം നബി ഇവിടെ വന്നിട്ടുണ്ട്, നൂഹ് നബി വന്നിട്ടുണ്ട്, ഇബ്രാഹിം നബി വന്നിട്ടുണ്ട്. ഇതൊക്കെ നബി പറയുമ്പോൾ റസൂലുള്ളാഹിനെ നമ്മൾ പൂർണ്ണമായും കൊണ്ട് വിശ്വസിച്ചു. അപ്പോൾ നമ്മൾ കണ്ടതുപോലെയായി റസൂലുള്ളാഹിൻ്റെ വാക്ക്. അതുകൊണ്ടാണ് മുഹമ്മദുൻ വ സ്വഹാബുഹു വ ഉമ്മത്തുഹു, മുഹമ്മദും മുഹമ്മദിൻ്റെ ഉമ്മത്തികളുമാണ് ഞങ്ങൾക്ക് സാക്ഷിക്കുന്നത് എന്ന് പറയാൻ കാരണം ഇതാണ്. വിശുദ്ധ ഖുർആൻ ഇന്നാ അർസൽനാക ഷാഹിദൻ, നബിയെ ഷാഹിദായി കൊണ്ടയച്ചു. അപ്പോൾ ആ നിലക്ക് സർവ്വ അമ്പിയാക്കന്മാരിവിടെ ദഅവത്ത് ചെയ്തിട്ടുണ്ട് എന്നതിற்கு മഹ്ശറയിൽ നാളെ സാക്ഷിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നിലക്ക് റസൂലുള്ളാഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ പല ഖുസൂസിയത്തുകളെ കൊണ്ടും അല്ലാഹു മരണശേഷം നബിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നബി എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള ദിഹാർത്ഥമുള്ള വാക്കോ അല്ലെങ്കിൽ വ്യംഗ്യമായ അർത്ഥമുള്ള എന്തെങ്കിലും ഒരു വാക്ക് നബിനെ സംബന്ധിച്ച് ആക്ഷേപിക്കപ്പെടാൻ വരെ നബിൻ്റെ വാക്കുകൾ പിടിച്ചുകൊണ്ട് ആക്ഷേപിക്കണതായ ഒരവസ്ഥ വരെ ഇല്ല. അതിൽ തൊട്ട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധരാക്കി. അതാണ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക് വല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖറ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയാൻ കാരണം ആ നിലക്കുള്ളതായ ഒരു വിശുദ്ധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ ആ പ്രയോഗങ്ങളും ആ ഖിതാബുകളൊക്കെ വളരെ അദബ് ബഹുമാനത്തോടു കൂടിയാവണം. ആ അദബ് ബഹുമാനത്തിലേക്ക് ഏതെങ്കിലും നിലക്ക് എതിരാവണ ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ നേരത്തെ ബെയ്ത്ത് ചെല്ലുമ്പോഴും പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും ഞാൻ അലൈക്കാന്ന് പറഞ്ഞാലും ബെയ്ത്തിലേക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, ബസ്സിനൊക്കെ വെക്കും. അപ്പോൾ പിന്നെ അലൈക്കാന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി മര്യാദ അലൈക്കും എന്ന് പറയലാണ്. അപ്പോൾ ചിലർക്കൊന്നും അലൈക്കും തന്നെ കുറേ ആളില്ലല്ലോ, നബിനോടല്ലേ പറയണത്.
അത് ബഹുമാനിച്ചുകൊണ്ടും അലയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയല്ലേ ആ ബെയ്ത്തുകളൊക്കെ പഴയ കാലത്ത് ഉണ്ടാക്കിയ ആളുകളും ആ നിലക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊക്കെ ഉള്ളതുപോലെ ചെല്ലിയാൽ മതി. അതിലുള്ളതുപോലെ നമ്മളെ വകഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി പിടിച്ച് ചെല്ലേണ്ടതൊന്നും ആവശ്യമില്ല. മനസ്സിലായി? നമ്മളെക്കാളൊക്കെ വലിയവരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അതേമാതിരി നമ്മൾ ചെല്ലിയാൽ മതി. നമ്മൾ പുതുതായി ഒന്നും അതിൽ ഉണ്ടാക്കേണ്ട ഒരു വ്യത്യാസമൊന്നും അവർ വരുത്തും വേണ്ട. അതൊക്കെ ചിലപ്പോൾ അതബുകേടായി മാറാനും സാധ്യതയുണ്ട്. ഒരു നിലക്കുള്ള അതബുകേടും വർത്തമാനത്തിലും മറ്റൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നല്ല, മറ്റുള്ള അമ്പിയാക്കന്മാരോടൊക്കെ. അതുകൊണ്ടാണ് നബി വാസിത്യായിട്ട് മറ്റുള്ള അമ്പിയാക്കന്മാരോട് ബന്ധപ്പെടണം എന്ന് പറയുന്നത്. നബി വാസിത്യായിട്ടാണ് മറ്റുള്ള അമ്പിയാക്കന്മാരായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത്. അല്ലാതെ നമ്മൾ ബന്ധം സ്ഥാപിച്ചാൽ ആ ബന്ധമായി ഗണിക്കപ്പെടൂല ഇതിനെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ വസാതത്തില്ലാതെ മറ്റുള്ള അമ്പിയാക്കന്മാരോടുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ എല്ലാ അമ്പിയാക്കന്മാരോടുള്ളതായ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ആ നിലക്കുള്ളതായ എല്ലാ നിലക്കുള്ള അദബുകളും മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാവണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയതായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ഒരുപാട് ഖുസൂസിയത്തുകളെ കൊണ്ട് പൊതുവെ മൊത്തത്തിൽ കുടുംബത്തിലേക്ക് വേണ്ടതായ പ്രത്യേകതകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിൻ്റെ എല്ലാം പുറമെ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ചില പ്രത്യേക ഭാവുന്നതായ ഖുസൂസിയത്തുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുസൂസിയത്ത് നൽകിയിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടി നബി സല്ലല്ലാഹു നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത് ഒരാൾ പറഞ്ഞു തരാതെ തന്നെ ഉണ്ടാവും. ജന്മദിനാണെന്ന് നോക്കുക, ജന്മദിനമെന്നല്ല, അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ട ഇപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്ന നബിയാണ്. അവിടുന്ന് റസൂലുള്ളാഹി ഉടനെ തന്നെ ജിബ്രീൽ പറഞ്ഞു, ആദാ ബൈത്തുലഹമിൻ ഫീഹി ഉലിദ ഈസ. ഇത് ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഇവിടെയാണ് ഈസ നബിയെ പ്രസവിക്കപ്പെട്ടത്. ആ സ്ഥലത്തേക്ക് എന്ത് പ്രത്യേകത ഉള്ളത്? ഈസ നബിയെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാവട്ടെ, ദിവസങ്ങളാവട്ടെ, അവരോട് ബന്ധപ്പെട്ട സമയങ്ങളാവട്ടെ, ആ സമയങ്ങളൊക്കെ നമ്മളെന്താക്കണം? ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ ധന്യമാക്കണം. ആ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട ദിവസം അത് തിങ്കളാഴ്ചയാണ്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12-നുമാണ്. അപ്പോൾ റബീഉൽ അവ്വൽ 12 മടങ്ങി എല്ലാ തിങ്കളാഴ്ചയും മടങ്ങി വരുമ്പോൾ നമ്മൾ നോമ്പൊൽക്കണം ചെയ്യും. എല്ലാ തിങ്കളാഴ്ചയും പഴയ ദിവസം കാലഘട്ടത്തിലൊക്കെ മുൻകാലത്തൊക്കെ എല്ലാ വീട്ടിലും മൗലിദ് ഉണ്ടായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും മൗലിദും അന്ന് വല്ല പലഹാരവും ചീരണിയൊക്കെ ഉണ്ടാക്കും. അത് എന്തിനു വേണ്ടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ആ മഹബത്ത് പ്രകടമാക്കുകയാണ്. റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ നിന്നുണ്ടായി തീരേണ്ട ഒരു സംഗതിയാണ് ആ റബീഉൽ അവ്വൽ 12-നെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത്. ആ നിലക്ക് ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടിട്ട് നടന്നു പോകുന്ന സ്വഭാവം. പിന്നെ നബി മൗലൂദ് കഴിച്ചിരുന്നോ? സഹാബത്ത് മൗലൂദ് നബി പറഞ്ഞിക്കണില്ലേ? ദാക്ക യൗമു മുലിത്തു ഫീഹി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മൗലൂദ് നബി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദാക്ക യൗമു എന്നാൽ ജന്മദിനാണ്, അന്നുകൊണ്ടാണ് ഇബാദത്തുകളോട് ധന്യമാക്കാൻ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ഇബാദത്തിൽ പെട്ടവരെ നിങ്ങൾ നടത്തിയ പ്രകടനം ഇബാദത്ത് തന്നെയാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ജാഥ നടത്തിയല്ലോ, അതും ഇബാദത്ത് തന്നെയാണ്. കാരണം നിയ്യത്ത് നന്നായിക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്തിൻ്റെ പ്രകടനമാണെന്നുണ്ടെങ്കിൽ അതൊരു ഇബാദത്താണ്. അങ്ങനത്തെ ഇബാദത്തുകളെ കൊണ്ട് ആ ദിവസത്തിൽ എന്താക്കുക? ധന്യമാക്കുക. പക്ഷേ ഇതൊക്കെ എന്താവണമെന്നൊരു വാശി വട്ടത്തിലും ആവേദി നമ്മൾ ചെയ്യണം. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇഖ്ലാസോട് കൂടി ചെയ്യണം, നല്ല നിയ്യത്തോടു കൂടി ചെയ്യണം. വിശുദ്ധമായ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും വേണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ആ നിലയ്ക്ക് ചെയ്താൽ ഇതൊക്കെ ഒരു ഇബാദത്തായി കൊണ്ട് അല്ലാഹു ഖബൂൽ ചെയ്യും, യാതൊരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ആ മഹബത്ത് കാരണമായിട്ട് നാളെ ആഖിറത്തിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ നിലക്കുള്ള പ്രവൃത്തികളെ കൊണ്ട് ലഭിക്കപ്പെടുകയും ചെയ്യും. ആ നിലക്ക് നബിയോടുള്ള മഹബത്തിനെ ഹൃദയത്തിൽ നല്ലവണ്ണം ഉറപ്പിച്ചു കൊണ്ടിട്ട് നല്ല നിയ്യത്തോടു കൂടി ഇതുപോലുള്ളതായ സംരംഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും ഇതുപോലുള്ള സംരംഭങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത് ഈ ദീൻ്റെ ഷിആറുകൾ, ആ ഷിആറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാവണം നമ്മൾ. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അടിസ്ഥാനപരമായ ഒരു തത്വമാണത്. ഇത് വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ഹൃദയത്തിൽ തഖ്വ ഉണ്ടോ എന്നുള്ളത് അളക്കപ്പെടാറുള്ള ഒരു ആയുധമാണ്. അതിൻ്റെ ഒരു മാനദണ്ഡമാണ് ദീൻ്റെ ഷിആറുകളെ ബഹുമാനിക്കാൻ. ആ ഷിആറുകളെ ബഹുമാനിക്കാനാണ് റസൂലുള്ളാഹിനോടും പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സല്ലി ഔന റക്അത്തൈനി. ഇത് ബൈത്തുൽ അഹ്മാണ്, ഇത് ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്.
ഈസനെ പ്രസവിക്കപ്പെട്ട സ്ഥലം. അപ്പോൾ ഈസ നബി അവിടുന്ന് പ്രസവിക്കപ്പെട്ടു എന്നുള്ളവർക്ക് അവിടെ ഇബാദത്തുകളെ കൊണ്ട്. അപ്പോൾ ഏത് അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണെങ്കിലും അത് അവരോട് ബന്ധപ്പെട്ട സ്ഥലം നമുക്ക് ഉറപ്പ് കിട്ടിയാൽ അവിടെ എന്താക്കണം, ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ ധന്യമാക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നിസ്കാരമായാലും വേണ്ടില്ല, അത് നോമ്പായാലും വേണ്ടില്ല, ഇതുപോലുള്ള മദ്ഹ് പറയലായാലും വേണ്ടില്ല, ഇനി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ജനങ്ങളെ സൽക്കരിക്കലായാലും വേണ്ടില്ല, മറ്റു വല്ല ദിക്റുകൾ എല്ലായാലും വേണ്ടില്ല, ഏത് ഇബാദത്തുകളെ കൊണ്ടായാലും വേണ്ടില്ല, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അത് പ്രത്യേകമായ ഇബാദത്തുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അതാണ് തിങ്കളാഴ്ചയൊക്കെ പ്രത്യേക ഒരു ഇബാദത്ത് കൊണ്ട് കൽപ്പിച്ചു നോമ്പ് വിൽക്കാൻ വേണ്ടി. അതുകൊണ്ടുള്ള സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ചയൊക്കെ എല്ലാ ആളുകളും നോൽക്കുന്നത്. അപ്പോൾ ആ നിലക്ക് നോൽക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ നോൽക്കുക, അല്ലെങ്കിൽ അതിന് കഴിയില്ലെങ്കിൽ മറ്റു വല്ല വിഭാഗത്തുകളെ കൊണ്ട് ആ ദിവസത്തെ ധന്യമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ ശിആറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. വിശുദ്ധമാവുന്ന ഒരു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകൊണ്ടിട്ട് ജീവിക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ പിന്നിൽ നമ്മളൊക്കെ അടിയുറച്ച് നിൽക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യ വാരത്തിൽ 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ കാസർഗോഡിനടുത്ത് കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകം സജ്ജമാക്കപ്പെടുന്ന ആ വലിയ മൈതാനത്ത് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായ അൽ ബാബുർ റഈസി, പ്രധാനപ്പെട്ട കവാടം മഹാനാവുന്ന ശൈഖുനാ ശംസുലുമൻ്റെ പേരിലാണ്. ആ നഗറിൻ്റെ പേര് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരുമാണ്. അതിനെല്ലാവരും പങ്കെടുക്കണം, അതിനുമായി സഹകരിക്കണം. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം. എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.